നമസ്കാരം. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ശക്തമാകുമ്പോൾ ചില നിർണായകമായ പ്രഖ്യാപനങ്ങളും നയങ്ങളും ഒക്കെയായിട്ട് മുന്നോട്ട് വരികയാണ് പല നേതാക്കളും. കഴിഞ്ഞ ദിവസം തന്നെ പാർലമെന്റിലെ മൂന്നാമത്തെ വലിയ സഖ്യകക്ഷിയായി മാറിയതോടെ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് പാർട്ടിയെ കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ ശക്തമാക്കുന്നതിനുമൊക്കെ ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് രാജ് താക്കറെയുടെ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ് താക്കറെയും മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയും BJP, ശിവസേന, അജിത് പവാറിന്റെ NCP എന്നിവരുൾപ്പെടുന്ന ഭരണസഖ്യത്തിനാണ് പിന്തുണ നൽകിയിരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യം വേണ്ട എന്ന രാജ് താക്കറെയുടെ തീരുമാനം 2019 പോലെയുള്ള ഒരു മഹാവിജയം NDAക്ക് കിട്ടാത്തതുകൊണ്ടാണോ അതോ കൂടുതൽ സീറ്റ് നേടാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണോ കാരണമെന്ന് വ്യക്തമല്ല. 2024 ഒക്ടോബറിലായിരിക്കും മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ 200 മുതൽ 250 സീറ്റുകളിൽ വരെ മത്സരിക്കുമെന്നാണ് രാജ് താക്കറെ വ്യക്തമാക്കിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.